ഒരു ഫയലിലെ ഷെയർ ഡിവിഡൻഡ് കൂട്ടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. മാഡം പല്ല് ചിലച്ചു. എന്തോ ദുസൂചനയാണല്ലോ. എന്നെയോ? ആ, രമാ മേഡത്തിന്റെ അടുത്തേക്ക് നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. ചിന്നു, നീ പോയിട്ടോ. പേടിക്കണോ, ധൈര്യമായിട്ട് പോയിട്ട് വാ. ഞാനില്ലേ അവിടെ. എവിടെ? ഇവിടെ. ഇപ്പോ ചന്ദ്രാമനോട് പോയിട്ട് വാ. വാ മോളെ. എന്താണ് ഇത്? നീ എന്താണ് ആവശ്യമില്ലാതെ കൊച്ചിന്റെ പുറത്ത് കുതിര കയറുന്നേ? വെറുതെ ഒരു രസം. നിന്റെ രസം ആടിയുള്ളാത്ത രസമാ. അച്ഛാ, കുഞ്ഞോളെ, പ്ലാനിങ് എല്ലാം പക്കയാ. ഇത്തവണ സംഗതി നടക്കും. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് രാത്രി അവളെ ഈ വീട്ടിൽ തന്നെ കിട്ടണം. ഭദ്രേട്ടൻ എന്താ ഈ പറയുന്നേ? അവൾ എന്നും രാത്രി ഔട്ട് ഹൗസിലാ കിടക്കുന്നേ. അവിടെ അവളുടെ അമ്മ സീത ഒറ്റയ്ക്കല്ലേ? അതെ, അതാണ് കുഴപ്പം. ഒന്നുകിൽ സീതയെ ഔട്ട് ഹൗസിൽ നിന്ന് മാറ്റണം, അല്ലെങ്കിലേ ചിന്നു ഇവിടെ വന്ന് കിടക്കണം. ഇന്ന് അവളുടെ അവസാനത്തെ ഉറക്കമാണ്. നാളെ കുഞ്ഞോളുടെ മൂത്ത മരുമോളെ പോലീസ് കയ്യാമം വെച്ചോണ്ട് പോകുന്ന കാണണ്ടേ? ഭദ്രേട്ടാ, അത് കുഞ്ഞോളെ, അവളിപ്പോ വരും. അതിനു മുമ്പ് എന്തെങ്കിലും മാർഗം കണ്ടെത്തണം. അവര് വരുന്നുണ്ട്. എന്തെങ്കിലും തന്ത്രം കണ്ടുപിടിക്കേ. മാഡം, കുഞ്ഞോളെ, കുഞ്ഞു വിളിക്കുന്ന കേട്ടില്ലേ? ഞാൻ നിന്നെ വിളിച്ചത് ഒരു ജോലി ഏൽപ്പിക്കാനാ. നിനക്ക് ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ അറിയില്ലേ? കുറച്ചൊക്കെ അറിയാം മാഡം. ഗുഡ്. നാളെ ഷെയറിന്റെ ഡിവിഡൻഡ് കൊടുക്കണം. ഇപ്പൊ എഴുതി വച്ചിരിക്കുന്ന കണക്കിൽ എനിക്ക് എന്തൊക്കെയോ ചെറിയ മിസ്റ്റേക്സ് ഫീൽ ചെയ്യുന്നു. എനിക്ക് തൽക്കാലം ഈ ജോലി ഐശ്വര്യയെ കൊണ്ട് ചെയ്യിക്കാൻ താല്പര്യമില്ല. പകരമായി അനസൂയെ വിളിച്ചാൽ അത് ഞാൻ ബോധപൂർവം ചെയ്യിപ്പിക്കുന്നതാണെന്ന് ഐശ്വര്യ വരുത്തി തീർക്കും. ഓരോ ഷെയർ ഹോൾഡേഴ്സിനും ഓരോ ഫയലാ. 93 ഫയല് വരും. അത് ഇന്ന് രാത്രി കൊണ്ട് നീ ഒന്ന് കൂട്ടിയെടുത്ത് അതിന്റെ ഒരു അബ്സ്ട്രാക്ട് ഫയല് ലാപ്ടോപ്പിലേക്ക് ആക്കണം. പുറത്തൊരാൾക്ക് കൊടുക്കുന്ന ശമ്പളം ഞാൻ നിനക്ക് തരാം. അത് മാത്രമല്ല, ഒരു ബോണസ് ആയിട്ട് നീ പഠിക്കാൻ പോകുന്നതിന് ഞാൻ ഒരു എതിർപ്പും പറയൂല. മാഡം, ഒരു ഫയലൊന്നും പറഞ്ഞു തന്നാ മതി, ബാക്കി ഞാൻ ചെയ്തോളാം. അത് മതി. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ശരി മാഡം. ഇന്നിവള് ഇവിടുത്തെ അതിഥിയ. ഏറ്റവും നല്ല അത്താഴം കൊടുക്കണം. ശരി മാഡം. ചിന്നു, നീ ഇവിടുത്തെ എന്റെ ഓഫീസ് റൂമിലേക്ക് വാ. എന്താ ചന്ദ്രലേഖേ, ഇങ്ങനെയൊക്കെ നിന്നാ മതിയോ? നമുക്കൊന്ന് ചീറ്റിപ്പോയി. ഒത്തില്ല, ബുദ്ധിയില്ലാത്ത സ്ത്രീ. ചിന്നു, ഇതൊക്കെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഫയലുകളാ. ബാക്കിയൊക്കെ
അവിടെ ഷെൽഫിലുണ്ടാവും. ഉം. ഓരോന്നോരോന്നായി എടുത്ത് കൃത്യമായി ചെക്ക് ചെയ്യണം. ഉം. ഒരു ഫയലിലെ ഷെയർ ഡിവിഡൻഡ് കൂട്ടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. മാഡം പല്ല് ചിലച്ചു. ഉം. എന്തോ ദുസൂചനയാണല്ലോ. ഹ. ഫയൽ നോട്ട് നാളത്തേക്ക് മാറ്റിയാലോ? ഹ, അത് പറ്റില്ല. അതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളല്ലേ ചിന്നു. ആ, ഈ ഫയല് നോക്കുമ്പോ ഇവിടെ ആർക്ക് എന്താപത്ത് വരാനാ പോകുന്നത്? ആ ഡിവിഡൻ കൂട്ടുന്ന വിധം ഞാനൊന്ന് പറഞ്ഞു തരാം. ഉം? മാഡം, ഈ വർക്ക് ഞാൻ കൃത്യമായിട്ട് ചെയ്തോളാം. ഔട്ട് ഹൗസില് അമ്മ ഒറ്റയ്ക്കാ. ഈ ഫയലെല്ലാം ഞാൻ എടുത്ത് ഔട്ട് ഹൗസിൽ കൊണ്ടുപോയി ചെയ്തോളാം. അത് പറ്റില്ല. ഈ വീട്ടിലിരുന്ന് തന്നെ ചെയ്യണം. എന്തെങ്കിലും കാരണത്താൽ ഒരു ഫയലും മിസ്സായാൽ അതോടെ എല്ലാം തീർന്നു. അതുമാത്രമല്ല, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോ ഫയലും ചെക്ക് ചെയ്യാനുള്ളതാ. ശരി മാഡം, എങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് തന്നെ ചെയ്തോളാം. ഗുഡ്. ആ ചിന്നു, താഴെ തെക്കുഭാഗത്തുള്ള ആ മുറിയിൽ ഇരുന്നോളൂ. അവിടെ ആകുമ്പോ നിന്നെ ആരും ശല്യം ചെയ്യാൻ വരില്ല. അമ്മ അവിടെ ചന്ദ്രലേഖ ഉണ്ടല്ലോ കൂട്ടിന്. ആ പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോൺ ചെയ്ത് നിന്നോട് പറയാൻ ഞാൻ ചന്ദ്രലേഖയെ ഏർപ്പാട് ചെയ്തോളാം. ആ ശരി, നീ ആ റൂമിലേക്ക് പോയിക്കോളൂ. ശരി മാഡം. ചിന്നു, നീ തീർന്നടി. നിന്റെ അവസാന രാത്രിയാ ഇന്ന്. നാളത്തെ സൂര്യോദയം നീ കാണില്ല. ചിന്നുവിനെ എന്തിനാ രമ വിളിപ്പിച്ചത്? അത് വേറൊന്നുമല്ല, മാഡത്തിനെന്തോ ചില ഫയലുകളൊക്കെ നോക്കാനുണ്ടെന്ന്. അത് ഞാൻ കൂടി ഒന്ന് സഹായിച്ചു കൊടുക്കാൻ പറയാനാ. ഫയലുകൾ നോക്കാൻ ഇയാള് സഹായിക്കാനോ? ചന്ദ്രാമേ, ഇതൊന്നുമല്ല. ഇയാള് വെറുതെ കള്ളം പറയുന്നതാ. പിന്നെ ഫയലുകൾ നോക്കാൻ പറ്റിയൊരു ചളുക്കേ. അതെ, ഇന്ന് ഔട്ട് ഹൗസിലേക്ക് പോവാതെ ഇവിടെ നിന്ന് നോക്കാനാ പറഞ്ഞത്. ഇന്ന് തന്നോട് ഔട്ട് ഹൗസിൽ പോണ്ട, ഇവിടെ നിൽക്കാൻ പറഞ്ഞോ?